വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൊളുക്കുമല ജീപ്പ് സഫാരിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റി. പഞ്ചായത്തിന് ലഭിക്കേണ്ട പണം ബാങ്കിൽ നിക്ഷേപിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് നേതൃത്വം. തേയിലക്കൊളുന്തിന്റെ വിലക്കുറവും രോഗബാധയും മൂലം ഇടുക്കിയിലെ കർഷകർ പ്രതിസന്ധിയിൽ. തേയിലപ്പൊടിക്ക് വില കുതിച്ചുയരുമ്പോഴും കൊളുന്തിന് വില കുറയുന്നു. പരിഹാരം കാണാൻ ടീ ബോർഡ് ഇടപെടൽ നടത്തുന്നില്ലെന്ന് കർഷകർ. വന്യമൃഗശല്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകളിൽ നിന്നും നിർദ്ദേശങ്ങൾ തേടുന്നത് പ്രഹസനമെന്ന ഡീൻ. അടിമാലി ദേവിയാർ പുഴയിലേക്ക് ശുചിമുറി മാലിന്യം തള്ളിയതിൽ വ്യാപക പ്രതിഷേധം. ചാറ്റുപാറയ്ക്ക് സമീപം ദേശീയപാത 85-നെയും 200 ഏക്കർ മെഴുകുംചാൽ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഇടവഴിയിൽ ടാങ്കർ നിർത്തിയാണ് പുഴയിലേക്ക് മാലിന്യം ഒഴുക്കിയത്. വിശദമായ വാർത്തകളിലേക്ക്. കൊളുക്കുമല ജീപ്പ് സഫാരിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റി. പഞ്ചായത്തിന് ലഭിക്കേണ്ട പണം ബാങ്കിൽ നിക്ഷേപിച്ചിട്ടില്ലെന്നും ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ച സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചതിൽ അഴിമതിയുണ്ടെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് പഞ്ചായത്തിന് മുമ്പിൽ രാപ്പകൽ സമരവും DTPC ഓഫീസിന് മുമ്പിൽ ധർണ നടത്തുമെന്നും ഒപ്പം വിജിലൻസിൽ പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. കൊളുക്കുമല ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണമാണ് കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയെ ആരോപിക്കുന്നത്. നിലവിൽ കൊളുക്കുമലയിലേക്ക് ജീപ്പ് സർവീസ് നടത്തുന്നതിന് 3000 രൂപയാണ് ഈടാക്കുക. ഇതിൽ 300 രൂപ HNL കമ്പനിക്കും 100 രൂപ കൊളുക്കുമല കമ്പനിക്കും 140 രൂപ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിനും 60 രൂപ DTPCക്കുമാണ് ലഭിക്കുക. പണം നിക്ഷേപിക്കുന്നതിന് ചിന്നക്കനാൽ സഹകരണ ബാങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും DTPC സെക്രട്ടറിയുടെയും പേരിൽ അക്കൗണ്ടുമുണ്ട്. എന്നാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ അക്കൗണ്ടിൽ വരേണ്ട 9,63,800 രൂപ അടച്ചിട്ടില്ലെന്നും അനധികൃതമായി പണം പിൻവലിച്ച പഞ്ചായത്ത് സ്ഥാപിച്ച സോളാർ ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. ഇതിൽ നിന്ന് ഇപ്പോൾ 70 ലക്ഷം രൂപയോളം അവർ ഒരു വികസന പ്രവർത്തനം എന്ന പേരിൽ സോളാർ ലൈറ്റ് സ്ഥാപിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവിടെ ബോട്ടിൽ ബൂത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടി പൈസ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ നിങ്ങൾക്കെല്ലാം അറിയാം, ത്രിതല പഞ്ചായത്ത് സംവിധാനം ഒരു വർക്ക് കൊടുക്കുമ്പോൾ കൊട്ടേഷൻ വിളിക്കും, അല്ലെങ്കിൽ ടെൻഡർ ക്ഷണിക്കും. ഇത് അങ്ങനെ യാതൊരു മാനദണ്ഡവും നടപടിക്രമങ്ങളും പാലിക്കാതെ അവിടെ ഒരു ഗുണനിലവാരമില്ലാത്ത ബോട്ടിൽ ബൂത്തുകളും അതുപോലെ തന്നെ സോളാർ ലൈറ്റ് ഇപ്പം സ്ഥാപിച്ചതിനകത്ത് പകുതിയോളം ലൈറ്റുകൾ കത്തുന്നുമില്ല. അപ്പോൾ അതിനകത്ത് 1.5 ലക്ഷത്തിൽ കൂടുതലാണ് ആ ലൈറ്റിന് വില ഈടാക്കി. അപ്പോൾ അതിനകത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. സംഭവത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരുന്ന 21-ന് പഞ്ചായത്തിന് മുമ്പിൽ രാപ്പകൽ സമരവും DTPC ഓഫീസിന് മുൻപിൽ ധർണയും നടത്തുന്നതിനാണ് നീക്കം. ഒപ്പം വിജിലൻസ് കോടതിയെയും സമീപിക്കും. വകുപ്പ് തല വിജിലൻസിന് പരാതി നൽകുമെന്നും മണ്ഡലം പ്രസിഡന്റ് P. വേൽമണി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ ചിന്നക്കനാൽ. തേയിലക്കൊളുന്തിന്റെ വിലക്കുറവും രോഗബാധയും മൂലം ഇടുക്കിയിലെ കർഷകർ പ്രതിസന്ധിയിൽ. തേയിലപ്പൊടിക്ക് വില കുതിച്ചുയരുമ്പോഴും കൊളുന്തിന് വില കുറയുന്നു. ഇതിന് പരിഹാരം കാണാൻ ടീ ബോർഡ് ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. ഇടുക്കി ജില്ലയിൽ 12,000-ഓളം ചെറുകിട തേയില കർഷകരുണ്ട്. ഉപ്പുതറ, തോപ്രാംകുടി, കാൽവരി മൗണ്ട്, വാഗമൺ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നായി സീസണിൽ പ്രതിദിനം 2.5 ലക്ഷം കിലോയോളം തേയില കൊളുന്താണ് ഫാക്ടറിയിലേക്ക് പോകുന്നത്. ഉൽപാദനം കൂടുന്ന സമയത്ത് ഫാക്ടറികൾ കൊളുന്ത് വാങ്ങുന്നത് നിർത്തും. ഇതോടെ വിൽക്കാൻ മറ്റു മാർഗമില്ലാതെ കർഷകർ തേയിലക്കൊളുന്ത് ഉപേക്ഷിക്കുകയാണ് പതിവ്. വിലയിടിവാണ് കർഷകർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. 18 രൂപയാണ് 1 കിലോ കൊളുന്തിന് ഇപ്പോൾ ലഭിക്കുന്നത്. ഉൽപാദന ചിലവുമായി തട്ടിച്ചു നോക്കിയാൽ ഈ വില കൊണ്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം കൊളുന്തിന് ന്യായമായ വില കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിനകത്ത് ടീ ബോർഡ് കാര്യമായ രീതിയിൽ ഇടപെടുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. പൊടി വർധനവ് 30% വില 30% കൂടിയിട്ടും കൊളുന്തിന് ഇപ്പോഴും വില 20% കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ പ്രതികൂല കാലാവസ്ഥയിലും നഷ്ടങ്ങൾ സഹിച്ചും വളലഭ്യതയൊക്കെ വളരെ കുറവാണ്. വളങ്ങളുടെ ലഭ്യതക്കുറവും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. സബ്സിഡി നിരക്കിൽ വളം നൽകാൻ ടീ ബോർഡ് നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. സിറ്റി വിഷൻ പീരുമേട്. വന്യമൃഗശല്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകളിൽ നിന്നും നിർദ്ദേശങ്ങൾ തേടുന്നത് പ്രഹസനം മാത്രമാണെന്നും ശാശ്വത പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഒരു ഇടപെടലും നടത്തുന്നില്ലെന്നും MP കുറ്റപ്പെടുത്തി.
ചിന്നക്കനാലിലടക്കം RRTയുടെ സേവനം വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പരാജയം തുറന്നു സമ്മതിക്കണമെന്നും MP പറഞ്ഞു. വന്യമൃഗ ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാ പഞ്ചായത്തുകളിലും നിർദ്ദേശങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം കേവലം പ്രഹസനം മാത്രമാണ് എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ശാന്തമ്പാറ പഞ്ചായത്തിൽ ചുണ്ടലിൽ പന്നിയാർ എസ്റ്റേറ്റിലുണ്ടായിട്ടുള്ള കാട്ടാന ആക്രമണത്തിൽ സംഭവിച്ചതായ ദാരുണമായ മരണം. അവിടെ ജോസഫ് എന്ന് പറയുന്ന വേലിച്ചാമി അദ്ദേഹം അതിദാരുണമായ നിലയിലാണ് പട്ടാപ്പകൽ മരണപ്പെടുന്നത്. ഏത് സാഹചര്യത്തിലും അതിനെ നീതീകരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് നിലനിൽക്കുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. മാത്രമല്ല, വളരെ നാളുകളായി RRTയുടെ സേവനം, അതുപോലെ മറ്റു തരത്തിലുള്ള പ്രശ്നപരിഹാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. RRT എന്നൊക്കെ പറയുന്നത് കേവലം വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഒരു സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു വന്യമൃഗ ശല്യം ഉണ്ടാകും എന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ അവിടേക്ക് ദ്രുതഗതിയിൽ എത്തിച്ചേർന്ന് ആളുകൾക്ക് ആശ്വാസകരമാകുന്ന നടപടി സ്വീകരിക്കേണ്ട RRT ഇവിടെ വസ്തുതാപരമായി യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. അപ്പോൾ ഈ ഘട്ടത്തിൽ സർക്കാരിന്റെ പാളിച്ചകൾ, സർക്കാരിന്റെ പരാജയം അവർ തുറന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പഞ്ചായത്തുകൾ തോറും ഈ വിധത്തിലുള്ള പരാതികൾ പരിഹരിക്കാനാണെന്ന് എന്ന തരത്തിൽ പരാതികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പരാതി? ഇപ്പോൾ ശാന്തമ്പാറ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് അരിക്കൊമ്പന്റെ അനുഭവമുണ്ട്. വളരെ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് അരിക്കൊമ്പനെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റിയത്. ഒടുവിൽ ചക്കക്കൊമ്പനായി. ഈ ചക്കക്കൊമ്പനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടോ? യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യധികം ആശങ്കയിലാണ് നാൾക്കുനാൾ കഴിഞ്ഞുകൂട്ടുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ സർക്കാർ ഈ പ്രഹസന പരിപാടികൾ നിർത്തിവെച്ച് അടിയന്തരമായി എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഇവിടെ ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ സ്വീകരിക്കണം. ഇവിടെ ഈ പറയപ്പെടുന്നത് പോലെ കാട്ടാനയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും എണ്ണം അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. തീർച്ചയായും ഈ നാടിനെ ബാധിക്കുന്നതായിട്ടുള്ള ഈ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതുവരെ MP എന്നുള്ള നിലയിൽ അതോടൊപ്പം തന്നെ ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അടിമാലി ദേവിയാർ പുഴയിലേക്ക് ശുചിമുറി മാലിന്യം തള്ളിയതിൽ വ്യാപക പ്രതിഷേധം. ചാറ്റുപാറയ്ക്ക് സമീപം ദേശീയപാത 85നെയും 200 ഏക്കർ മെഴുകുംചാൽ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഇടവഴിയിൽ ടാങ്കർ ലോറി നിർത്തിയാണ് രാത്രിയുടെ മറവിൽ പുഴയിലേക്ക് മാലിന്യ നിക്ഷേപം നടത്തിയത്. മാലിന്യം തള്ളിയവരെ കണ്ടെത്തുവാൻ പോലീസും പഞ്ചായത്തും നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ്. ഇന്നലെ രാത്രിയിലാണ് വലിയ ടാങ്കർ ലോറിയിലെത്തിച്ച ശുചിമുറി മാലിന്യം സാമൂഹ്യ വിരുദ്ധർ ദേവിയാർ പുഴയിലേക്ക് നിക്ഷേപിച്ചത്. പഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഈസ്റ്റേൺ കമ്പനിക്ക് പിറകുവശത്തായി ഇടവഴിയിൽ വാഹനം നിർത്തിയാണ് മാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയത്. നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന പുഴയിലേക്കാണ് മാലിന്യം തുറന്നുവിട്ടത്. സംഭവം പുറത്തറിഞ്ഞതോടെ വലിയ പ്രതിഷേധം രൂപം കൊണ്ടു. മാലിന്യം തള്ളിയവരെ കണ്ടെത്താൻ പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടി ആരംഭിച്ചു. മാലിന്യ നിക്ഷേപകരെ സംബന്ധിച്ച വിവരം നൽകുന്നവർക്ക് 4,00,000 രൂപ പാരിതോഷികവും നൽകും. ഇന്നലെ രാത്രി ഏതോ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം നിക്ഷേപിച്ചതായി പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കർശന നടപടികളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. നിയമപരമായിട്ട് ഉള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെയും തക്കതായ വിവരം ലഭിക്കുന്നവർക്ക് 25,000 രൂപ പാരിതോഷികം നൽകുവാനും ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ മേഖലയിലൊക്കെ ഇത്തരത്തിലുള്ള നടപടികൾ കണ്ടുവരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കാൻ, പോർട്ടബിൾ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് മാലിന്യം തള്ളപ്പെട്ട പറമ്പുടമയും പോലീസിൽ പരാതി നൽകി. പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. മാലിന്യം നിക്ഷേപിക്കാൻ എത്തിച്ചുവെന്ന് കരുതുന്ന വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. ഇടുക്കിയിൽ വീണ്ടും വ്യാജരേഖ ചമച്ച ഭൂമി തട്ടിപ്പ്. ചെമ്മണ്ണാർ സ്വദേശിയായ കർഷകനാണ് തട്ടിപ്പിന് ഇരയായത്. റവന്യൂ രേഖകളിൽ റിസർവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂമിയാണ് സ്വകാര്യ വ്യക്തി കൈമാറ്റം ചെയ്തത്. കഴിഞ്ഞ വർഷമാണ് ചെമ്മണ്ണാർ നെല്ലുംകുഴിയിൽ ടോമി അലക്സ് ശാന്തൻപാറ പേത്തൊട്ടിയിൽ 20 ഏക്കർ ഭൂമി വാങ്ങിയത്.
മുട്ടുകാട് സ്വദേശിയായ സ്വകാര്യ വ്യക്തിയിൽ നിന്നുമാണ് ഭൂമി വാങ്ങിയത്. പട്ടയമില്ലാത്ത ഭൂമിക്ക് കൈവശാവകാശ രേഖകളുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു സ്ഥല കൈമാറ്റം നടന്നത്. ആകെ 55 ലക്ഷം രൂപ വിലയിട്ട ഇടപാടിൽ 10 ലക്ഷം രൂപ അഡ്വാൻസായി നൽകി. ബാക്കി തുക 1 വർഷത്തിനുള്ളിൽ നൽകാമെന്നായിരുന്നു കരാർ. എന്നാൽ കാർഷിക ജോലികൾ ആരംഭിച്ചപ്പോൾ ഭൂമിയുടെ അളവിൽ കുറവുണ്ടെന്ന സംശയം വന്നതോടെ റവന്യൂ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. ശാന്തൻപാറ വില്ലേജിൽ 63/1 ഉൾപ്പെടുന്ന ഈ ഭൂമി സർക്കാർ റിസർവ് ഭൂമി എന്നാണ് റവന്യൂ രേഖകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഭൂമി കൈവശ ഭൂമി എന്ന വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് വിൽപ്പന നടത്തിയത്. മുൻകൂറായി നൽകിയ പണവും കാർഷിക ജോലികൾക്കായി മുതൽ മുടക്കിയ പണവും ഉൾപ്പെടെ കർഷകന് 30 ലക്ഷത്തിലധികം രൂപ നഷ്ടമായി. ഈ സ്ഥലത്തെക്കുറിച്ചുള്ള നിജസ്ഥിതി അറിയുന്നതിനായിട്ട് വില്ലേജ് ഓഫീസിൽ പോയി അന്വേഷിച്ചു. വില്ലേജ് ഓഫീസിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞത് ഈ സ്ഥലം സർക്കാർ ഭൂമിയാണെന്നും അത് റിസർവ് ചെയ്തിട്ടിരിക്കുന്നതാണെന്നും ആണ് എന്നോട് പറഞ്ഞത്. അതിനുള്ള രേഖകൾ ഞാൻ ചോദിച്ചപ്പോൾ അതും തന്നു. അപ്പോൾ അയാൾ എന്നെ പറ്റിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പിന്നീട് ബാക്കി കാശ് ഞാൻ കൊടുത്തില്ല. എന്നാൽ എനിക്ക് അതുവരെ പണി ചെയ്തതിൻ്റെതായിട്ട് ഒരു 10-30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പണിക്കാശായിട്ട് അതിനകത്ത് ഞാൻ മുടക്കി. സംഭവം സംബന്ധിച്ച റവന്യൂ വകുപ്പിന് കർഷകൻ പരാതി നൽകിയിട്ടും ഭൂമി ഇതുവരെ തിരികെ പിടിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. സിറ്റി വിഷൻ, ചെമ്മണ്ണാർ. പിണറായി വിജയന് സ്വർണത്തോട് ആർത്തിയാണെന്നും സ്വർണം കണ്ടാൽ കമഴ്ന്നു വീഴുന്ന ആളാണ് പിണറായി എന്നും AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി. വിശ്വാസികളെ വഞ്ചിച്ച് സ്വർണ്ണക്കൊള്ള നടത്തി ശബരിമലയുടെ പവിത്രത നശിപ്പിച്ച സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊള്ള സംഘമാണ് ശബരിമല ഭരിക്കുന്നത്. 1ാം പിണറായി സർക്കാർ ശബരിമലയെ തകർക്കാൻ വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് അവിശ്വാസികളായ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി. ഇപ്പോൾ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണ്ണപ്പാളികളെ ചെമ്പ് പാളികളാക്കി മാറ്റിയിരിക്കുകയാണ്. ദേവസ്വം ബോർഡും സർക്കാരും അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ആസൂത്രിതമായ ഈ തീവെട്ടിക്കൊള്ളയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ മുഖ്യമന്ത്രിക്ക് ആവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അയ്യപ്പ വിഗ്രഹത്തിൽ മുമ്പ് പ്രദർശിക്കാനുള്ള ഈ ദ്വാരശില്പങ്ങൾ എത്തിക്കുകയും ശിക്ഷ കൊണ്ടുവന്ന് അത് സ്വർണം പൂശി സ്വർണമാക്കി അത് ശബരിമല എത്തിച്ച് 30 ദിവസം ശ്രമത്തിന് ഫലമായിട്ടാണ് ആ പ്രവേശക പണം സൃഷ്ടിച്ചത്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു ആരും അറിയാതെ കഴിച്ചുകൊണ്ടുപോയതാണ്. തിരിച്ചുകൊണ്ടുവന്നപ്പോൾ സ്വർണ്ണമില്ല, ചെമ്പാണ്. രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തോടെയാണ് പ്രതിഷേധ പരിപാടി ആരംഭിച്ചത്. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുംപൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി തോമസ് രാജൻ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബിന്നി, ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, സിബി പാറപ്പായി, ഷാജി വെള്ളമാക്കൽ, ജോസ് ആനക്കല്ലിൽ, ഷമേജ് K ജോർജ്, പ്രശാന്ത് രാജു, PS മേരിദാസൻ, ബിജു പൊന്നോലി, ഷൈനി സണ്ണി, KS സജീവ്, റൂബി വേഴമ്പത്തോട്ടം, രാജൻ കാലാച്ചിറ, അരുൺകുമാർ കാപ്പുകാട്ടിൽ, ഷിബു പുത്തൻപുരയ്ക്കൽ, റിൻഡോ വേലനാത്ത്, ഷാജൻ എബ്രഹാം, ജോണി വടക്കേക്കര, ഷാജി പൊട്ടനാനി, രാജു വെട്ടിക്കൽ, തങ്കച്ചൻ പാണാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന. ഒരു മനോഹര കാഴ്ചയുടെ വാർത്തയിലേക്കാണ്. സ്കൂൾ മുറ്റത്ത് വർണ്ണാഭമായ വസന്തകാലം ഒരുക്കി രാജാക്കാട് ഗവൺമെന്റ് പഴയവിടുതി UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. കുട്ടികളിൽ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളിൽ താല്പര്യം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിനൊപ്പം വിവിധ ഇനം ചെടികളും നട്ടുപരിപാലിക്കുന്നത്. ഏറ്റവും ആകർഷണം പൂത്തുനിൽക്കുന്ന ജമന്തി പൂക്കൾ തന്നെ. ആ കാഴ്ച കാണാം. ഹൈറേഞ്ചിന്റെ ഹരിത വിദ്യാലയം എന്നാണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള പഴയവിടുതി ഗവൺമെന്റ് UP സ്കൂളിനെ അറിയപ്പെടുന്നത്. കാർഷിക രംഗത്ത് വ്യത്യസ്തമായ രീതികൾ പരീക്ഷിക്കുകയും ഒപ്പം കുട്ടികൾ കൃഷിയിൽ സ്വയം പര്യാപ്തതയിലാകുന്നതിനും കൃഷിയുടെ പ്രാധാന്യം പകർന്നു നൽകുവാനും സ്കൂളിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിയുന്നുണ്ട്. ഇതോടൊപ്പമാണ് പരിസ്ഥിതി സൗഹൃദം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ
സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആകർഷണം പൂത്തുനിൽക്കുന്ന ജമന്തി പൂക്കൾ തന്നെ. ചെടികളുടെ പരിപാലനവും കുട്ടികൾ തന്നെയാണ്. കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും എത്തിച്ച പ്രധാനാധ്യാപകൻ ആസാദ് അടക്കമുള്ള അധ്യാപകരും PTA-യും ഒപ്പമുണ്ട്. പഠന പ്രവർത്തനങ്ങളോടൊപ്പം പരിസ്ഥിതി അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കാർഷിക പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികളിൽ പാരിസ്ഥിതിക അവബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുഷ്പകൃഷി ഇവിടെ ആരംഭിച്ചത്. ഈ സ്കൂളിൻ്റെ പരിസരം മനോഹരമായൊരു ഗാർഡനായി മാറ്റുന്നതിന് ഈ കുഞ്ഞുങ്ങൾ തന്നെയാണ് ശ്രമിക്കുന്നത്. അവരുടെ ഈ പ്രവർത്തനങ്ങൾ അവരുടെ ഭാവിക്കും പ്രകൃതിക്കും നമ്മുടെ നാടിനും എല്ലാം ഒരു മാതൃകയായി ഞങ്ങൾ കാണുകയാണ്. ജമന്തി മാത്രമല്ല, ചെടിച്ചട്ടികളിൽ വിവിധയിനം ബോൾസ് ചെടികൾ, വള്ളിയിൽ പടർന്നു കയറി എന്നും പൂക്കൾ ഉണ്ടാകുന്ന വള്ളിച്ചെടികൾ, റോസ, മുല്ല, അങ്ങനെ നിരവധിയാണ് കുരുന്നുകളുടെ പൂന്തോട്ടത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. ഒരിടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 15 വർഷമായി തകർന്നു കിടക്കുന്ന പുരയിടം സിറ്റി കാക്ക സിറ്റി റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ അർണീഷ്. ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചിരിക്കുന്ന 48 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ 20 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 ലക്ഷവും ഉപയോഗിച്ചാണ് റോഡ് പൂർണ്ണമായും ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കുക. എന്നാൽ റോഡ് വികസനം തടസ്സപ്പെടുത്തുന്നതിനും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനും ചിലർ ശ്രമം നടത്തുകയാണെന്നും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് ജനങ്ങളെ പ്രയോജനകരമാകുന്ന പദ്ധതി അട്ടിമറിക്കാൻ ചിലർ ശ്രമിക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ അർണീഷ് പറഞ്ഞു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിൽ പുരയിടം സിറ്റി കാക്ക സിറ്റി റോഡ് കഴിഞ്ഞ 15 വർഷമായി തകർന്നു കിടക്കുന്ന റോഡാണ്. പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഗതാഗത യോഗ്യമല്ലാത്ത അവിടെയുള്ള പ്രദേശവാസികളും അതിലെ യാത്ര ചെയ്യുന്ന ആളുകളും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശമാണത്. അതറിഞ്ഞു തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് അതിന് 48 ലക്ഷം രൂപ അവിടെ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. 2 കിലോമീറ്റർ റോഡ് നമുക്ക് റീടാറിംഗ് ആണെങ്കിൽ ചെയ്യാം. അപ്പോൾ ആ റോഡ് പൂർണ്ണമായും തീരും എന്നുള്ളതാണ്. കാരണം 20 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെ ഉണ്ട്, 5 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉണ്ട്. അത് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കട്ട പതിപ്പിക്കുകയാണെങ്കിൽ, ടൈൽ പതിപ്പിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളത് റീടാർ കൂടി ചെയ്താൽ പൂർണ്ണമായും ആ റോഡ് പൂർത്തീകരിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ആ DPCക്ക് കൊടുത്ത അന്ന് മുതൽ നമുക്കെതിരെ വലിയ രീതിയിൽ, പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ 2 തട്ടാക്കി നിർത്തിക്കൊണ്ട്
അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചില തൽപര കക്ഷികൾ. അത് രാഷ്ട്രീയമായി മുതലെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏത് കക്ഷിയാണെന്നും രാഷ്ട്രീയമാണെന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ വളരെ മോശമായ രീതിയിൽ, ഇത്രയും നല്ല രീതിയിൽ ഗ്രാമപഞ്ചായത്ത് ഒരു പദ്ധതി ഇട്ട് പൊളിഞ്ഞു കിടക്കുന്ന റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കി തീർക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അതിനെ മാറ്റാനായിട്ട് സാധിക്കുമെന്നിരിക്കെ അതിന് വളരെ മോശം പ്രചരണം നൽകിക്കൊണ്ട് അതിനകത്ത് വർഗീയ രാഷ്ട്രീയവും അല്ലാത്തതും എല്ലാം കലർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ മോശമായ രീതിയിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആക്രമിക്കുന്നതെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വാട്ടർ അതോറിറ്റി റോഡ് വെട്ടിപ്പൊളിച്ചും സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിനോട് ചേർന്നുള്ള മൺകൂനയും വാഹനയാത്രികരെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇരട്ടയാർ വാഴവര റോഡിൽ പച്ചോലിൽപ്പടി ഭാഗത്താണ് വാഹനയാത്രികർക്ക് ഈ അപകടക്കെണി നിലകൊള്ളുന്നത്. കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികളുമായി വന്ന മിനി ബസ് ഈ ഭാഗത്ത് അപകടത്തിൽപ്പെടേണ്ട സാഹചര്യവും ഉണ്ടായെന്ന് നാട്ടുകാരുടെയും ബസ് ഡ്രൈവറുടെയും അവസരോചിതമായ ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത്. വാഴവര ഇരട്ടയാർ റോഡിൽ പാച്ചോലിൽപ്പടി ഭാഗത്തു നിന്ന് നാങ്കുതൊട്ടി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് മാസങ്ങൾക്ക് മുമ്പ് വാട്ടർ അതോറിറ്റി ഈ റോഡിനു കുറുകെ പൈപ്പുകൾ സ്ഥാപിച്ചത്. ഇതിനായി ഈ റോഡ് വെട്ടിപ്പൊളിച്ചിരുന്നു. തുടർന്ന് ചെറിയ രീതിയിൽ കോൺക്രീറ്റ് ചെയ്തെങ്കിലും പിന്നീട് ഈ ഭാഗം തകർന്നു കുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. നാങ്കുതൊട്ടി റോഡിൽ നിന്നും കുത്തനെയുള്ള കയറ്റം കയറി വാഴവര റോഡിലേക്ക് വാഹനങ്ങൾ എത്തുമ്പോൾ ഈ തകർന്ന ഭാഗം വലിയ ബുദ്ധിമുട്ടാണ് വാഹന ഡ്രൈവർമാർക്ക് ഉണ്ടാക്കുന്നത്. സുഗമമായി വാഹനം തിരിഞ്ഞ് പ്രധാന റോഡിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. നിരന്തരം മഴക്കാലത്ത് മുഴുവൻ വെള്ളം ഒഴുകി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം ഒഴുകി കുഴിയിൽ വീണിട്ട് ഭയങ്കരമായിട്ട് ഒരു വണ്ടിക്ക് പോലും കടന്നു പോകാം. കാറുകളാണെങ്കിൽ ഒരു കാരണവശാലും കടന്നു പോകത്തില്ല. ആ രീതിയിൽ കിടക്കുകയാണ്. അതിന് കൊടുത്ത് അവിടുത്തെ മണ്ണും എല്ലാം അവിടെ കിടക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും ഈ വഴിയെ ഇവിടെ വണ്ടി യോഗ്യമല്ലാത്ത രീതിയിലായിരിക്കുകയാണ്. അത് ഡ്രൈവിംഗ് പരിചയം കുറഞ്ഞ ആളുകളാണെങ്കിൽ ശരിക്കും ബുദ്ധിമുട്ടും. ഇത് കൂടാതെ ഈ ഭാഗത്ത് റോഡിന്റെ ഒരു വശത്ത് സ്വകാര്യ വ്യക്തി വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്ത മണ്ണ് കൂനയായി കിടക്കുകയാണ്. ഇതിനാൽ മതിയായ വീതി ഈ ഭാഗത്തില്ല. ഇതോടെ വലിയ വാഹനങ്ങൾ സുഗമമായി തിരിഞ്ഞ് പ്രധാന റോഡിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കയറി വരുമ്പോൾ ഒരു കാറോ ബസ്സോ ഒക്കെ തിരിഞ്ഞു കയറി പോകാനായിട്ട് വളരെയധികം കഷ്ടപ്പെടുകയാണ്. അതുപോലെ റോഡിൻ്റെ സൈഡിൽ തന്നെ ടാറിങ്ങിനോട് ചേർന്ന് മണ്ണ് കൂന കിടക്കുകയാണ്. അതുകൊണ്ട് താഴെ നിന്ന് വാഹനങ്ങൾ കയറി വരുമ്പോൾ അവർക്ക് കടന്നു പോകാനായിട്ട് വണ്ടി തിരിച്ചു പോകാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികളുമായി വന്ന മിനി ബസ് ഈ ഭാഗത്ത് തിരിഞ്ഞു പോകാൻ കഴിയാതെ കിടന്ന സാഹചര്യമുണ്ടായി. നാങ്കുതൊട്ടി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് ഒരു വശം വലിയ കുഴിയാണ്. ഇതിനാൽ വാഹന ഡ്രൈവർ വലിയ ബുദ്ധിമുട്ടിനെ നേരിട്ടു. തുടർന്ന് നാട്ടുകാർ ഉൾപ്പെടെ എത്തിയാണ് വാഹനം സുഗമമായി കടത്തിവിട്ടത്. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡാണ് വാഴവര ഇരട്ടയാർ റോഡ്. ഈ റോഡിന്റെ നവീകരണം ഉടൻ തുടങ്ങും. നിരവധി തവണ റോഡ് അരികിലും മൺകൂനയുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ അധികൃതർ മുൻപാകെ പരാതികൾ ബോധിപ്പിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. റോഡിന്റെ ഈ ഭാഗം കുത്തിപ്പൊളിച്ച വിഷയത്തിൽ വാട്ടർ അതോറിറ്റി അധികൃതരുമായി പ്രദേശത്തെ ജനപ്രതിനിധി അടക്കം ബന്ധപ്പെട്ടെങ്കിലും ഉടൻ ശരിയാക്കാമെന്ന മറുപടി മാത്രമാണ് പറഞ്ഞതെന്നും പറയുന്നു. എല്ലാ മേഖലയിലും ഇവിടുന്ന് ചെമ്പാപ്പാറ മേഖല, പരപ്പനങ്ങാടി മേഖല, ഇവിടെ എല്ലാം പൊളിച്ചിട്ട് ആളുകളെ വീട്ടിലേക്ക് കയറുന്ന വഴിയും മറ്റെല്ലാം പൊളിച്ചിട്ടൊന്നും കോൺക്രീറ്റ് ചെയ്യാതെ കിടക്കുക. അവിടെ പള്ളിക്കുള്ള സ്കൂളിലെ LP സ്കൂളിൻ്റെ മുറ്റത്തോട്ട് കയറുന്ന വഴി അവിടെ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ PHCയുടെ സബ് സെൻ്ററും നഴ്സറിയും നടക്കുന്നിടത്ത് പൊളിച്ചിട്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതെ പോയിരിക്കുകയാണ്. റോഡരികിലെ ഓടയും അടച്ചാണ് മണ്ണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിനാൽ ഓടയടഞ്ഞ് മഴവെള്ളമടക്കം റോഡിലൂടെ കയറി ഒഴുകുന്ന സാഹചര്യമാണ്. നിലവിൽ ഇതുവഴി കടന്നുപോകുന്ന വാഹനയാത്രക്കാർ വലിയ പ്രതിഷേധത്തിലാണ്. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് പ്രദേശത്തെ അപകട ഭീഷണിക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. അല്ലാത്ത പക്ഷം വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. സിറ്റി വിഷൻ, ഇരട്ടയാർ. മൂന്നാർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തുടക്കം കുറിച്ചു. ഇന്ന് നാളെയുമായിട്ടാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. കൊച്ചു ശാസ്ത്രജ്ഞരുടെ സർഗാത്മക പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനും മാറ്റൊരുക്കുന്നതിനും അവസരമൊരുക്കിയാണ് മൂന്നാർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം പുരോഗമിക്കുന്നത്. മൂന്നാർ LFHSൽ ഇന്നും നാളെയുമായിട്ടാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. അവരിലെ എല്ലാ കഴിവുകളെയും വികസിപ്പിച്ചെടുക്കുന്നതിനും
ബുദ്ധിപരമായും കായികപരമായും അവർക്കുള്ള കഴിവുകളെ മാറ്റുരച്ചുകൊണ്ട് നമ്മുടെ നാടിന് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതോടൊപ്പം അവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്നതിനും വേണ്ടുന്ന സാഹചര്യം ഒരുക്കുകയാണ് ഇതുപോലെയുള്ള ശാസ്ത്രമേളകൾ നടത്തിക്കൊണ്ട്. മൂന്നാർ ഉപജില്ലയിലെ 75ഓളം സ്കൂളുകളിൽ നിന്നുള്ള 1500ഓളം വിദ്യാർത്ഥിനികൾ തങ്ങളുടെ ശാസ്ത്ര, സാമൂഹിക, ഗണിത മികവുകളും കരവിരുതുകളും ശാസ്ത്രോത്സവത്തിൽ കാഴ്ചവെക്കും. മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് എം മണിമൊഴി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്രോത്സവം നാളെ സമാപിക്കും. സിറ്റി വിഷൻ, മൂന്നാർ. ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷനും ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ബോധവൽക്കരണ സെമിനാർ കട്ടപ്പന ഹിൽ ടൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലയിലെ കെമിസ്റ്റുകൾക്കായി നടത്തിയ സെമിനാർ എറണാകുളം അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോൾ സന്തോഷ് കെ മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ ഡ്രഗ് ഇൻസ്പെക്ടർ മാർട്ടിൻ ജോസഫ് അധ്യക്ഷനായിരുന്നു. തൃശൂർ അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളർ ഡോക്ടർ സജു ആർ ആന്റിമൈക്രോബിയൽ പ്രതിരോധവും പൊതുബോധവൽക്കരണവും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസുകൾ നടത്തി. അപ്പം അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകും. അതായത് നമ്മുടെ ചെറിയൊരു ഒരു മരുന്ന് മാറിക്കൊടുത്താൽ ഒരു കൊച്ചുകുട്ടിക്ക് ഇപ്പം അത് മാനുഫാക്ചറിങ് സൈഡ് വരുവാണ്. അങ്ങനെ മാനുഫാക്ചറിങ് സൈഡിൽ തന്നെ നേരത്തെ വന്നിട്ടുണ്ട് ചില മിസ്റ്റേക്കുകൾ. അതായത് ലേബൽ മാറിപ്പോകുന്നു, അതായത് പ്രിന്റ് ചെയ്യുന്ന വെച്ച് ലേബൽ മാറിപ്പോകുന്നൊക്കെ ഇൻസിഡൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അത് മാനുഫാക്ചറിങ്ങിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ കംപ്ലൈ ചെയ്യണം. ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം മനുഷ്യർക്കുണ്ടാക്കുന്ന വിപത്തുകളെക്കുറിച്ചും സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളെക്കുറിച്ചും വിശദീകരിച്ചു. മരുന്നുകളുടെ ദുരുപയോഗം സംബന്ധിച്ച കാര്യങ്ങളിലുണ്ടാകാവുന്ന നിയമ നടപടികളെക്കുറിച്ച് ADC സന്തോഷ് കെ മാത്യു വിശദീകരിച്ചു. ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷനും ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായാണ് ബോധവൽക്കരണ സെമിനാർ നടത്തിയത്. കട്ടപ്പന ഹിൽ ടൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തിയത്. AKCDA ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോർജ്, ജില്ലാ സെക്രട്ടറി അജിമോൻ ജോസഫ് എന്നിവർ നേതൃത്വം വഹിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണഗ്രാമിന് 11,210 രൂപ, പവന് 89,680 രൂപ, വെള്ളി ഗ്രാമിന് 180 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊളുക്കുമല ജീപ്പ് സഫാരിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റി. പഞ്ചായത്തിന് ലഭിക്കേണ്ട പണം ബാങ്കിൽ നിക്ഷേപിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് നേതൃത്വം. തേയിലക്കൊളുന്തിന്റെ വിലക്കുറവും രോഗബാധയും മൂലം ഇടുക്കിയിലെ കർഷകർ പ്രതിസന്ധിയിൽ. തേയിലപ്പൊടിക്ക് വില കുതിച്ചുയരുമ്പോഴും കൊളുന്തിന് വില കുറയുന്നു. പരിഹാരം കാണാൻ ടീ ബോർഡ് ഇടപെടൽ നടത്തുന്നില്ലെന്ന കർഷകർ. വന്യമൃഗശല്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകളിൽ നിന്നും നിർദ്ദേശങ്ങൾ തേടുന്നത് പ്രഹസനമെന്ന ഡീൻ. അടിമാലി ദേവിയാർ പുഴയിലേക്ക് ശുചിമുറി മാലിന്യം തള്ളിയതിൽ വ്യാപക പ്രതിഷേധം. ചാറ്റുപാറയ്ക്ക് സമീപം ദേശീയപാത 85-നെയും 200 ഏക്കർ മെഴുകുംചാൽ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഇടവഴിയിൽ ടാങ്കർ നിർത്തിയാണ് പുഴയിലേക്ക് മാലിന്യം ഒഴുക്കിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.